أنا السلطان إبراهيم اسمي إلى خير البرية انتمائي مرادي يا مرادي يا مرادي مرادي سيد إبراهيم مرادي. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഏവർക്കും സിയാറ വ്ളോഗിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് ഏർവാടി കടപ്പുറത്താണ്, ഏർവാടി ബീച്ചിലാണ്. പിന്നെ ഏർവാടി ബീച്ചിലേക്ക് വരുന്നത് ഏർവാടിയുടെ മെയിൻ ഗേറ്റിൽ നിന്ന് വലത്തോട്ടുള്ള ആ റോഡ് നേരെ പോകുന്നത് ഏർവാടി കടപ്പുറത്തേക്കാണ്. ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഏർവാടിയുടെ മുന്നിലുള്ള ആ ഗേറ്റിൽ നിന്ന് മെയിൻ ഗേറ്റിൽ നിന്ന് വലത് ഭാഗത്തേക്ക് നേരെ സഞ്ചരിച്ചാൽ ഏർവാടി ബീച്ചിലെത്താട്ടോ. അപ്പോൾ ഏർവാടി ബീച്ചിൽ നിന്ന് നമ്മൾ ബീച്ചിലേക്ക് എത്തിയതിന് ശേഷം വലത്തോട്ട് കുറച്ചധികം ഇങ്ങനെ നടക്കുമ്പോൾ ഇവിടെ പിന്നെ കൊടിമരപ്പള്ളി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അത് അവിടെ മക്ബറയൊന്നുമില്ല, പക്ഷെ മഹാന്മാരായ ഏർവാടി ശുഹദാക്കൾ പലപ്പോഴും വന്നിരിക്കാറുള്ള ഒരു സ്ഥലമാണ് എന്ന് പറയപ്പെടുന്നു. അതുപോലെ മഹാനായ ഖിളർ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സാന്നിധ്യം അവിടെ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ പറയപ്പെടുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അതുപോലെ തന്നെ കടലിൽ നിന്നും അതുപോലെ കരയിൽ നിന്നും ആകാശത്തിൽ നിന്നുമൊക്കെ മഹാന്മാരായ ഔലിയാക്കളും അതുപോലെ മലായിക്കത്തും അവരുടെയൊക്കെ സാന്നിധ്യം ഈ 3 സ്ഥലങ്ങളിൽ നിന്നും ഉണ്ടായ ഒരു പ്രദേശം കൂടിയിട്ടാണ് അതൊക്കെ എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു സ്ഥലത്തേക്കാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പണ്ട് കാലത്ത് പിന്നെ ഈ ഭാഗത്തൊക്കെ കര ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കടൽ കുറേ ഇങ്ങോട്ട് കയറി ഈ ഭാഗങ്ങൾ എടുത്തു പോയത് കൊണ്ടാണ് ഇപ്പോൾ നടക്കാനുള്ള വഴിയില്ലാത്തത്. ആദ്യ സമയത്തൊക്കെ നടക്കാൻ ഇതിലൂടെ വെള്ളമില്ലാത്ത സ്ഥലങ്ങളുണ്ടായിരുന്നു. അപ്പോൾ കടൽ കുറേ കയറി വന്നു. അപ്പോൾ നമ്മൾ ബീച്ചിലേക്ക് വന്ന് ബീച്ചിൽ നിന്ന് വലത്തോട്ട് കുറഞ്ഞ ദൂരം ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഇൻഷാ അല്ലാഹ് വലത് ഭാഗത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു കൊടിമരം കാണാൻ പറ്റും. ഒരു ചെറിയ ഒരു
പിന്നെ വീട് പോലെ അവിടെ പടുത്തുയർത്തിയിട്ട് അതിൽ ഒരു കൊടിമരം കാണാൻ പറ്റും. അതാണ് കൊടിമരപ്പള്ളി എന്നറിയപ്പെടുന്ന സ്ഥലം. ഇൻഷാ അല്ലാഹ് ഏകദേശം നമ്മളവിടെ എത്തിയിട്ടുണ്ട്. ആദ്യകാലത്തൊക്കെ ഇവിടേക്ക് വരുന്ന സമയത്ത് കടൽക്കരയിലൂടെ തന്നെ നമുക്ക് സഞ്ചരിക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇപ്പോൾ കടൽ കുറേ കയറി കര കുറേ പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വെള്ളത്തിൽ ചവിട്ടാതെ ഇങ്ങോട്ട് കയറി വരാൻ കഴിയില്ല. പിന്നെ ഈ കാട്ടിൽ കൂടി ഈ കാണുന്നത് കാടാണ്. ആ കാടിൻ്റെ ഉള്ളിൽ കൂടി ആളുകൾ വരുന്നുണ്ട്. പക്ഷേ ആ യാത്രയിൽ മുള്ളും അതുപോലെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മദീനയിലുണ്ട് കടൽമാർഗമായിട്ട് ഇവിടെ ദുആക്കി കൊല്ലാണ്ടിരിക്കാം. ജൈദിഗ്രാം ബാത്തപ്പാപ്പ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരക്കുട്ടിയാണ്. അവർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, മീഡിയ പോയിട്ട് ജനങ്ങൾക്ക് ദീൻ സംബന്ധമായി പറഞ്ഞു കൊടുത്തു. അങ്ങനെ അവളെ പറഞ്ഞു കൊടുത്തു. അത് ഉത്തരവ് പ്രകാരം ബാത്തപ്പാപ്പ വർക്കത്തുണ്ടാകും. പ്രശ്നമുള്ള ജനങ്ങൾ ഒരു പ്രയാസം വന്ന് പോയാൽ അവിടെ നാട്ടിൽ വിട്ട് ഉറങ്ങുമ്പോൾ இந்த കൊടിമരക്ക് നാവളെ കാണും. കൊടിമരം കാണും, இந்த செட்டு കാണും, இந்த തോപ്പ് കാണും, കടൽ കാണും, നമസ്കാരപ്പള്ളി കാണും, ദർഗ ഖബർ കാണും. രാത്രിയിലും കാണും, പകലിലും കാണും. അപ്പോൾ പെട്ടെന്ന് എണീച്ചിട്ട് ഒരു അരമണിക്കൂർ 1 മണിക്കൂർ ദിക്ർ സലവാത്ത് ചെയ്ത് ദുആ ചെയ്തിട്ട് മറ്റേ കാര്യം നോക്കണം. അങ്ങനെ ചെയ്തു വരും. ഇന്ന സ്ഥലങ്ങൾ കാണുമ്പോഴെല്ലാം എണീച്ചിട്ട് ഒരു അരമണിക്കൂർ ദിക്ർ സലവാത്ത് ചെയ്ത് ദുആ ചെയ്ത് വരും. കുറച്ച് ദൂരം മാറും. കൊടിമരം വേറെ എവിടുന്നോ പിന്നെ കടലിൽ ഒഴുക്കി വിട്ടത് അങ്ങനെ എന്തോ അല്ലേ? അത് ദർഗയിലുണ്ട്. അത് ഒരു മാസത്തിൽ ഒരു 20 നാൾ എടുത്തും അതിലേയും പറക്കുന്നുണ്ട്. ദുആ ചെയ്തു. ഈ കൊടി വരുന്നവര് കെട്ടുന്നതാ? കെട്ടുന്നത് ദുആ ചെയ്തിട്ട് കെട്ടും. മുസീബത്ത് മാറണോ, ചിക്കർ മാറണോ, മാറണോ, അങ്ങനെ ദുആ ചെയ്ത് കിട്ടും. 30,000 50,000. ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ്. പിന്നെ രാത്രി ഏകദേശം ഇരുട്ടി വരുന്നുണ്ട്. അതുകൊണ്ട് ഇനി വീഡിയോ ക്ലിയർ ഒന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇതാണ് ഏർവാടിയിലെ കൊടിമരപ്പള്ളി. ഇങ്ങോട്ടുള്ള വഴി ഞാൻ നേരത്തെ പറഞ്ഞു തന്നു ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഒരുപാട് ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ്. മക്ബറകളോ അതല്ലെങ്കിൽ പള്ളിയോ ഒന്നുമില്ല. കൊടിമരപ്പള്ളി എന്ന് പറയുമെങ്കിലും ഇവിടെ നിസ്കരിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു ഷെഡ് കെട്ടിയിട്ടുണ്ട് എന്നല്ലാതെ പള്ളിയായിട്ട് പണിതിട്ടൊന്നുമില്ല. പിന്നെ മക്ബറകളും ഇല്ല. പക്ഷേ ഒരുപാട് ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലമാണ്. മഹാനായ ഇബ്രാഹിം ബാദിശാ തങ്ങൾ അവിടെ നിന്ന് പിന്നെ ഇവിടെ വന്നിരിക്കാറുണ്ട്. ആദ്യമായിട്ട് വന്നത് ഇവിടേക്കാണ് എന്നൊക്കെ പറയപ്പെടുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പോൾ അതൊക്കെയാണ് ഈ കൊടിമരപ്പള്ളിയിലെ വിശേഷങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരായ ഔലിയാക്കളുടെ സഹായം നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ മദദ് അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ദുനിയാവിലും ആഖിറത്തിലും അവരെ കൊണ്ട് രക്ഷപ്പെടുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ഇൻഷാ അല്ലാഹ്. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.